തന്റെ വാർഡിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ പോയ രഞ്ജിത്ത് മെമ്പറിന് കിട്ടിയത് മുട്ടാൻ പണി. KSEBക്ക് ചില്ലറ കൊടുത്ത് വൈറലായ രണ്ടാലമൂട് വാർഡ് മെമ്പറിനെ KSEB ഇരുട്ടിലാക്കിയിട്ട് 2 ദിവസം പിന്നിടുന്നു. എന്നെ എൻ്റെ വീട്ടിൽ 3 ദിവസം കൊണ്ട് KSEB ഇരുട്ടിലാക്കിയിരിക്കുകയാണ്. ഞാൻ 2-3 ദിവസം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യയുടെ മാതാവ് അമ്മായിയമ്മ മരണപ്പെട്ടു പോയതിൻ്റെ 16 കുളിയായിരുന്നു ഇന്നലെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഭാര്യയുടെ വീട്. അപ്പം അതിൻ്റെ 16മായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ 2 ദിവസം കൊണ്ട് ചടയമംഗലത്തായിരുന്നു. അപ്പം ആ സമയത്ത് ഈ 5/7/2024 ഈ 2 ദിവസം മുമ്പ് KSEB എന്നെ വിളിക്കുകയും KSEB പറയുന്നു, ഇവിടെ എൻ്റെ വീട്ടിൽ മെയിൻ സ്വിച്ച് എരിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ അതിനാൽ എൻ്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ വീട്ടിൽ വന്ന് മെയിൻ സ്വിച്ച് മാറ്റിയതിന് ശേഷം ഞങ്ങൾ കറണ്ട് തരാം എന്ന് പറയുകയുണ്ടായി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമാണ് അറിഞ്ഞത്, നമ്മുടെ ഇവിടെ പള്ളിയിൽ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസമൊന്നും പള്ളിയിലും അവിടെയൊന്നും കറണ്ട് ഇവർ കട്ട് ചെയ്യുകയുണ്ടായി. എന്തോ ലൈൻ ഫോൾട്ട് ആണ്, അത് ചെക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെ ഫോൾട്ട് കൊണ്ടാണ് ഈ ബാക്കി പള്ളിയിലും ബാക്കി എല്ലായിടത്തും ഈ ഷോർട്ടേജിൻ്റെ പ്രശ്നം വന്നത് എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്ന് മെയിൻ സ്വിച്ച് മാറ്റി പുതിയ മെയിൻ സ്വിച്ച് സ്ഥാപിക്കുകയും അത് ഈ KSEB പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പുതിയ മെയിൻ സ്വിച്ച് അത് ഫിറ്റ് ചെയ്തതും. അവർ പറഞ്ഞിരുന്നു, മെമ്പർ വന്ന് പുതിയ മെയിൻ സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, എപ്പോഴായാലും ഇതൊരു ആപാതരാത്രിയായാലും ഞങ്ങൾ വന്ന് കണക്ഷൻ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ഇന്നലെ വന്ന് രാത്രി 9 മണിയായപ്പോഴത്തേനും പുതിയ മെയിൻ സ്വിച്ച് മാറ്റിയിട്ട് KSEB വിളിച്ചപ്പോൾ അവിടെ നിന്നും എനിക്ക് കിട്ടിയ മറുപടി, അതിന് ഏതെങ്കിലും ഇലക്ട്രീഷ്യൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം ഓഫീസിൽ കൊടുത്ത് അപേക്ഷയും കൊടുത്താൽ മാത്രമേ എനിക്ക് കറണ്ട് തരാൻ പറ്റൂ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവിടുന്ന് ഫോണിൽ കൂടെ എനിക്ക് തന്നത്. അപ്പോൾ അവർ പറയുകയും ചെയ്തു, ഇതുപോലൊരു പേപ്പർ താങ്കളുടെ വീട്ടിൽ ഇട്ടിട്ടുണ്ട്, അപ്പം അത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്, ഈ രേഖകൾ സമർപ്പിച്ചതിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിക്കും എന്ന്. അപ്പോൾ ഇതേ സംഭവം ഈ ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ നിന്നും 300 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലും ഈ മെയിൻ സ്വിച്ചും മെയിൻ സ്വിച്ചും ELCBയും കൂടെ എരിഞ്ഞു പോയി. അവരും ഇതുപോലെ KSEB വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഇത് അവർ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് റെഡിയാക്കി. അപ്പോൾ തന്നെ അവർ KSEBക്കാർ അതിൽ കണക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ചോദിക്കാനുള്ള പ്രധാന കാരണം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നാട്ടിലെ ഈ വൈദ്യുതി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില്ലറ പൈസയുമായി ഞാൻ ഇവരുടെ ബില്ലുകൾ അടച്ചതിൻ്റെ ഒരു പകപോക്കലാണോ എന്ന് ഉള്ളൊരു സംശയം ഇപ്പോൾ മനസ്സിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നതും. അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ, ഞാൻ ഇന്നുകൂടിയും എൻ്റെ വീട്ടിൽ കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ മൊത്തം ഇരുട്ടത്തായിരുന്നു. ഇന്ന് റാന്തലും മണ്ണെണ്ണ വിളക്കെല്ലാം പഴയിരുന്നത് എടുത്തിരിക്കുകയാണ്. പിന്നെ KSEBയോടൊരു നന്ദിയും കൂടെ ഉണ്ട്. എന്തായാലും കിണറ്റിൽ നിന്ന് ലൈവായിട്ട് തൊട്ടിയിൽ വെള്ളം കോരി കുളിച്ചിട്ട് ഒരുപാട് നാളായി. എന്തായാലും അങ്ങനെ KSEB ഇന്ന് എന്നെ കൊണ്ട് വെള്ളവും കൂടെ കോരിച്ചിട്ടുണ്ട്. അപ്പം ഈ പഴയ ഓർമ്മകളിലേക്ക് എന്നെ ഇപ്പോൾ KSEB എത്തിച്ചിരിക്കുകയാണ്, ഈ മണ്ണെണ്ണ വിളക്കും റാന്തലിൻ്റെയൊക്കെ. അപ്പോൾ ഇതിലിരുന്ന് എൻ്റെ മകൾക്കും എൻ്റെ ഭാര്യയ്ക്കും അവർക്കും ഇതിൽ നിന്നും പാചകം ചെയ്യാനും പഠിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതൊരു പുതിയൊരു അനുഭവം കൂടിയാണ് KSEB തന്നിരിക്കുന്നത്. വീട്ടിലെ മെയിൻ സ്വിച്ച് തകരാറിലാണ്, ആയതിനാൽ പുതിയത് സ്ഥാപിച്ചതിന് ശേഷമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന് KSEB പറഞ്ഞു. എന്നാൽ രഞ്ജിത്ത് മെമ്പർ പുതിയ മെയിൻ സ്വിച്ച് സ്ഥാപിച്ചു. അതിനുശേഷവും പട്ടാഴി KSEBയെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വാർഡ് മെമ്പർ വിളിച്ചു. ഞാൻ ഇന്നലെ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം വിളിച്ചു പറഞ്ഞപ്പോഴും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇത് KSEBയുടെ അനാസ്ഥ കാരണമാണ് എൻ്റെ ഈ മെയിൻ സ്വിച്ച് എരിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിലെ പ്രശ്നം കൊണ്ടല്ല ഇത് എരിഞ്ഞു പോയത്, KSEBയുടെ അനാസ്ഥ കാരണം. അവിടെ നിന്നുള്ള ന്യൂട്രലിൽ നിന്നും ഫേസ് കയറി വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം എൻ്റെ വീട്ടിലുണ്ടായതും എനിക്ക് ഈ 14,000 രൂപയോളം നാശനഷ്ടം സംഭവിച്ചതും.
അപ്പം ഇത് അതിനുശേഷം ഞാൻ ഇവിടെയുള്ള പല വീടുകളിലും പോയി ചെക്ക് ചെയ്തപ്പോൾ ഇതേ അവസ്ഥയാണ്. എല്ലാ ന്യൂട്രലിലൂടെയും ഫേസ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ എല്ലാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അടിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ രാവിലെ മുതൽ ഈ KCBക്കാർ 7-8 പേരുണ്ടായിരുന്നു. ഒരു 300 മീറ്ററും തേരെപ്പാര നടക്കുന്നത് കണ്ടു. എന്നിട്ടും അവർക്ക് ഇതുവരെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്നെ 3 ദിവസം കൊണ്ട് ഇരുട്ടിലാക്കിയിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയാണ് എങ്കിൽ KCBയെ ആശ്രയിക്കാതെ തന്നെ ഇനി മുന്നോട്ട് ജീവിക്കേണ്ട വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ദിവസമായി മെമ്പറും കുടുംബവും ഇരുട്ടിലാണ്. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.